നിങ്ങൾക്ക് ഇതുപോലുള്ള ഓർഗനൈസറൊക്കെ ഇഷ്ടമാണെങ്കിൽ സെറ്റ് ചെയ്യാൻ താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ അതായത് ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക കേട്ടോ. അപ്പോൾ ഞാൻ ക്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ക്രാഫ്റ്റിൻ്റെ മെയിനായിട്ട് എനിക്കുള്ള ഇഷ്ടം എന്താണ് ടേബിളിൽ എല്ലാ സാധനവും അങ്ങനെ വലിച്ച് വാരി ഇടും കേട്ടോ. ആ ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ഓർഗനൈസർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതുപോലെ ഒരു കാർഡ്ബോർഡ് എടുക്കുക. കാർഡ്ബോർഡ് എടുത്തിട്ട് രണ്ടായി കട്ട് ചെയ്യുക കേട്ടോ. കട്ട് ചെയ്തിട്ട് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. നമുക്ക് പാറ്റേൺ പേപ്പർ വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പേപ്പർ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ A4 ഷീറ്റ് വെച്ചിട്ടാണ് കേട്ടോ കവർ ചെയ്തെടുക്കണേ. എൻ്റെ കയ്യിൽ പാറ്റേൺ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് A4 ഷീറ്റ് വെച്ച് കവർ ചെയ്തിട്ട് അതിൽ പാറ്റേൺ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് ഭംഗി ഉണ്ടാവുമല്ലോ. അങ്ങനെ ഫുള്ളായിട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ രണ്ട് രീതിയിലുള്ള ഓർഗനൈസറാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് ചെറുതും ഒന്ന് വലുതും കേട്ടോ. ചെറിയ ഓർഗനൈസറൊക്കെ ഉണ്ടാക്കുന്നത് നമ്മളിപ്പോൾ മൊബൈൽ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ബോക്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ചെറിയ ചെറിയ ബോക്സുകളുണ്ടല്ലോ, അത് വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് ഓർഗനൈസർ അത്യാവശ്യമാണ്. എല്ലാ സാധനവും അവിടെ അവിടെ കിടക്കണം. നമുക്കിപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് അങ്ങോട്ട് അവിടെ അവിടെ കിടക്കുമല്ലോ. അപ്പോൾ ആ പണിയൊക്കെ ഒന്ന് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച്. യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ആവട്ടെ, ആർക്കെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നിയാലോ. ഇതേപോലെ അങ്ങോട്ട് സെറ്റ് ചെയ്ത് എടുക്കുക കേട്ടോ. എല്ലാവിടെയും പേപ്പർ വെച്ച് ഒട്ടിക്കണം, എന്നാലാണ് ആ വൃത്തിക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ. അതിൻ്റെ അകത്ത് വെക്കുന്നത് ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് ഇങ്ങനെ പേപ്പർ കവർ ചെയ്യുക. പേപ്പർ കവർ ചെയ്ത ശേഷം അതിൻ്റെ ഉള്ളിലൊക്കെ ഇറക്കി വെക്കുക. അത് എന്തിനാണ് വെക്കണമെന്ന് വെച്ചാൽ ഒരു ബലത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾ സാധനങ്ങളൊക്കെ വെക്കുമ്പോൾ ഒരു ബലം വേണമല്ലോ, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോകില്ലേ. ആ ബലത്തിന് വേണ്ടിയിട്ടാണ് ഈ കാർഡ്ബോർഡ് പീസ് അകത്ത് വെച്ചേക്കണേ. എന്നിട്ട് എല്ലാം സെറ്റാക്കിയ ശേഷം നമ്മൾ പാറ്റേൺ പേപ്പർ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. നമ്മൾ അതിലൂടെ പാറ്റേൺ വരയ്ക്കും. പാറ്റേൺ നമുക്ക് ഇഷ്ടമുള്ള പാറ്റേൺ വരയ്ക്കണം. ഞാനിപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ അതായത് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട്, എന്താ വരയ്ക്കണമെന്ന് എനിക്കും പോലും അറിയില്ല കേട്ടോ. എന്തൊക്കെയൊക്കെയോ വരച്ച് ഒരു പാറ്റേൺ പേപ്പറാക്കി. പാറ്റേൺ പേപ്പർ ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പാറ്റേണൊക്കെ വരയ്ക്കാമല്ലോ. ആ ഉദ്ദേശത്തിൽ എല്ലാം ചെയ്തെടുക്കാം കേട്ടോ. ഫസ്റ്റ് ഞാൻ ഒരു ഡിസൈൻ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കളർ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ കളർ ചെയ്ത് എടുക്കുകയാണ് ചെയ്തത്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കാണെങ്കിൽ ഒരു കളർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ രണ്ട് ഷെയ്ഡ്, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമുണ്ട്. ഞാനിപ്പോൾ എനിക്കിഷ്ടമുള്ള ഒരു ഫസ്റ്റ് ഡിസൈൻ വരച്ചെടുത്തു. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ കളർ ചെയ്ത് എടുത്തിട്ടാ. ഇതിൽ മെയിൻ കോമഡി എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ പാറ്റേൺ ഒക്കെ സെറ്റ് ചെയ്ത് വന്നപ്പോൾ എനിക്ക് ഇതിൽ ഉറുമ്പരിക്കണ പോലെ ഉണ്ടോ തോന്നി. നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് അതുപോലെ റിബൺ വല്ലതുണ്ടെങ്കിൽ റിബണും കൂടി ഒന്ന് ചുറ്റി കൊടുക്കുക. അതാകുമ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ ചെയ്തതാണ് കേട്ടോ അങ്ങനെ. എന്നിട്ട് ഇതുപോലെ കാർഡ്ബോർഡ് പീസുകൾ എടുക്കണം. അത് നമ്മൾ ഓരോ ഷെൽഫായി തിരിക്കണമല്ലോ, ഓരോ അറയാക്കാനാണ് കേട്ടോ. അപ്പോൾ അതുപോലെ 3 പീസ് കാർഡ്ബോർഡ് എടുത്ത് ഇങ്ങനെ പേപ്പർ വെച്ചിട്ട് തന്നെയാണ് ഇതിനൊക്കെ ചെയ്തെടുക്കണേ, കവർ ചെയ്തെടുക്കാം. ഇതെന്താ വെച്ചാൽ നമുക്ക് സ്റ്റാൻഡ് വെക്കണമല്ലോ, ഇങ്ങനെ 2 തട്ടായിട്ടാണല്ലോ വെക്കണേ. അപ്പോൾ അതിനുള്ള സ്റ്റാൻഡാണ് കേട്ടോ ഇത് സെറ്റ് ചെയ്തെടുക്കണേ. നീളത്തിൽ കാർഡ്ബോർഡ് കട്ട് ചെയ്ത് ഇതുപോലെ അങ്ങോട്ട് ചെയ്താൽ മതി. എന്നിട്ട് ഇതിലോട്ട് അങ്ങോട്ട് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. ഒട്ടിച്ച് കൊടുക്കുമ്പോൾ കുറച്ച് ബലത്തിലൊക്കെ ഒട്ടിച്ച് കൊടുക്കണം നല്ലത്. ഞാൻ ഒട്ടിച്ചപ്പോൾ അങ്ങനെ നിന്നൊന്നുമില്ല. എന്നിട്ട് ടാപ്പ് വെച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അത് ഷെൽഫാക്കി എടുത്തിട്ടുണ്ട് അതുപോലെ. എന്നിട്ട് ഇതേപോലെയുള്ള ഫോണിൻ്റെ കവറോ അല്ലെങ്കിൽ ത്രെഡിൻ്റെ ബോക്സൊക്കെ ഉണ്ടല്ലോ, അതിലാണ്ടോ രണ്ടാമത്തെ ചെറിയ ഷെൽഫ് ചെയ്യാൻ ഉദ്ദേശിക്കണേ. ഇതേപോലെയൊക്കെ അങ്ങനെ കവർ ചെയ്ത് എടുത്ത ശേഷം കളർ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കണതുകൊണ്ട് മെയിനായിട്ട് ഡിസൈൻ്റെ ഒന്നും ആവശ്യമൊന്നും ഇല്ല കേട്ടോ. കളർ പേപ്പർ എൻ്റെ കയ്യിൽ അധികം ഇല്ല, എന്നാലും ഇത് ചെറിയ ബോക്സ് ആയതുകൊണ്ട് തന്നെ കുറച്ച് മതിയല്ലോ. അപ്പോൾ ഉള്ളതും വെച്ചിട്ടാണ് കവർ ചെയ്ത് എടുത്തു കേട്ടോ മുഴുവനും. ഇതിൻ്റെ സ്റ്റാൻഡ് ഞാനൊരു നമുക്ക് വേണമെങ്കിൽ കവായി സ്റ്റിക്കൊക്കെ ഉണ്ടാവുമല്ലോ, അത് വേണമെങ്കിൽ വെക്കാം. ഞാൻ രണ്ടും ന്യൂസ് പേപ്പർ റോൾ ചെയ്തിട്ട് അത് 2 വെച്ച് ഒട്ടിച്ചിട്ട് ഇതേപോലെ അങ്ങോട്ട് ആക്കി എടുത്തു കേട്ടോ. അങ്ങനെ 2 പീസ്, ഒന്നിൽ 2 അങ്ങനെ 4 വെച്ചിട്ട് അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ബലം കിട്ടുമല്ലോ ഇതേപോലെയൊക്കെ ഒട്ടിച്ച്. പിന്നെ നമുക്ക് ഇതിൽ ഞാൻ പ്രത്യേകിച്ച് പാറ്റേൺ ഒന്നും ചെയ്യാത്തത് കൊണ്ട് കുറച്ച് ക്യൂട്ട്നെസ് ഒക്കെ വാരി വിതറും കേട്ടോ. കേട്ട് സ്റ്റിക്കറൊക്കെ അങ്ങനെ എടുത്ത് ഒട്ടിക്കുകയാണ്. കുറച്ച് ക്യൂട്ട്നെസ് ഒക്കെ വേണ്ടമല്ലോ, അതിന് വേണ്ടിയിട്ട് ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കാരണം നിങ്ങളുടെ സപ്പോർട്ടാണല്ലോ വീണ്ടും നമുക്ക് വീഡിയോസൊക്കെ ഇടണം എന്നുള്ളൊരു മോട്ടിവേഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ക്യൂട്ട്നെസ്സൊക്കെ അങ്ങോട്ട് വാരി വിതറിയാ എന്താല്ലേ, ഇതിൽ മാത്രമാണ് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ കാണാൻ കുറച്ച് ഭംഗിയൊക്കെ ഉണ്ട്, വീഡിയോയിൽ കാണുന്ന പോലെ നല്ല സ്റ്റാൻഡ് അടിപൊളിയാണ് കേട്ടോ. നല്ല ബലമുണ്ട്, നമുക്ക് അത്യാവശ്യം എല്ലാ സാധനവും ഒതുക്കി വെക്കാം. പക്ഷേ ഈ സ്റ്റാൻഡ് ചെയ്ത് വന്നപ്പോൾ ഇതിൽ ഈ ഓർഗനൈസറിൽ വെക്കാനുള്ള സാധനങ്ങൾ എൻ്റെ കയ്യിലില്ല. അതാണ് മെയിൻ പ്രശ്നം. ഇത്രയും സാധനങ്ങൾ വേണ്ടേ, അത് ഞാൻ നിങ്ങൾക്ക് പിന്നെ വീഡിയോയിൽ കാണിച്ചു തരണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കിട്ടിയതൊക്കെ അങ്ങ് വെച്ച്
ഓർഗനൈസ് ചെയ്തു കേട്ടോ. എൻ്റെ കയ്യിൽ എന്തൊക്കെയുണ്ട് എല്ലാം എടുത്ത് ഞങ്ങളുടെ കയ്യിൽ വെച്ചു. കാരണം ഇതിൽ വെക്കാനുള്ള മുഴുവൻ എൻ്റെ കയ്യിൽ ഇല്ലല്ലോ. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ ഒരു ജ്വല്ലറി ബോക്സിൽ അതും തൂക്കി അതിൽ വെച്ച്. നിങ്ങൾ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ മനസ്സിലാവും ഞാൻ ആ ജ്വല്ലറി ബോക്സൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് പോയി നോക്കുക. ജ്വല്ലറി ബോക്സ് നമുക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാനൊക്കെ യൂസ് ചെയ്യും. ഐസ്ക്രീം സ്റ്റിക്കും ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇനി ക്രാഫ്റ്റിൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നെക്സ്റ്റ് എന്ത് വീഡിയോസ് വേണം, ഏത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ ബൈ.